സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിച്ച ഗതാഗത മന്ത്രി CP ജോൺ മാപ്പ് പറയണമെന്ന DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA. സ്ത്രീകളുടെ അഭിമാനബോധത്തിന് ക്ഷതമേൽപ്പിക്കുകയാണ് മന്ത്രി ചെയ്തത്. എല്ലാവർക്കും സൗജന്യം എന്ന് പറഞ്ഞ് വോട്ട് നേടിയ ശേഷം അവരെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നത് ജനപ്രതിനിധിക്ക് ചേർന്ന നടപടിയല്ലെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കുക എന്ന ഏകലക്ഷ്യത്തോടെയാണ് UDF സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും യാത്രാ സൗജന്യം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അത് വിഴുങ്ങി. ഇപ്പോൾ സ്ത്രീകളോട് എന്തിന് തിക്കിത്തിരക്കി KSRTCയിൽ യാത്ര ചെയ്യുന്നു എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഇത് ധിക്കാരപരമായ ചോദ്യമാണ്. എല്ലാ ബസ്സുകളിലും യാത്രാ സൗജന്യം എന്നായിരുന്നു. എന്നാൽ അത് പിന്നീട് പരിമിതപ്പെടുത്തി ഓർഡിനറി ബസ്സുകളിലാക്കി. ആ ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തിക്കിത്തിരക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിട്ടും ഈ ബസ്സിൽ കയറി യാത്ര ചെയ്തത് എന്നുള്ള ആക്ഷേപകരമായിട്ടൊരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. സ്ത്രീകൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എന്തിന് എന്നൊക്കെയാണ് ഒരു മന്ത്രി ചോദിക്കുന്നത്. ഏത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് രക്ഷിതാക്കളുടെ അവകാശമാണ്. അല്ലെങ്കിൽ പണമുള്ളവർക്ക് ഈ സൗകര്യം കിട്ടില്ല എന്ന് പറയണമായിരുന്നുവെന്നും സനോജ് പറഞ്ഞു. ചില ആളുകൾ സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്നു എന്നാണ്. അതെല്ലാം രക്ഷിതാക്കളുടെ അവകാശമാണ്. ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നെല്ലാം രക്ഷിതാക്കളുടെ അവകാശമാണ്. അപ്പം അങ്ങനെയെല്ലാമുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര പാടില്ല എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ എന്നാൽ പിന്നെ ആദ്യം തന്നെ സർക്കാർ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് അതിൽ പരാമർശിക്കണം ആർക്കെല്ലാമാണ് സൗജന്യ യാത്ര നടത്താൻ വേണ്ടി കഴിയുക. സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് സൗജന്യ യാത്ര ഇല്ല. സർക്കാർ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റേ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് ഈ സൗജന്യം കൊടുക്കേണ്ടതില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആത്മാഭിമാനമുള്ളവർക്ക് ഇനി KSRTCയിൽ യാത്ര ചെയ്യാൻ കഴിയുമോ എന്നും സനോജ് ചോദിച്ചു. അതിൽ കയറുന്ന ആളുകളുടെ അഭിമാനത്തെയാണ് ഇവർ കുത്തിയിട്ടുള്ളത്. അപ്പോൾ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇതെല്ലാം കേട്ടിട്ട് അത്തരം ബസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തിരുന്ന ആളുകൾ പറയുമല്ലോ. സ്ത്രീകളുടെ അഭിമാനബോധത്തിന് ക്ഷതമേൽപ്പിക്കുകയാണ് മന്ത്രി ചെയ്തത്. ഇത് തിരുത്തണം. മുഖ്യമന്ത്രി തന്നെ ദിവസവും വന്ന് നുണ പറയുകയാണ്. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെയാണ് VD സതീശൻ പറഞ്ഞതെന്ന് ഓർക്കണം. എല്ലാ കാര്യത്തിലും U-ടേൺ അടിക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറിയെന്നും VK സനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.